ഹലോ എവ്രിവൺ, ഇന്നത്തെ ഒരു മിനി വ്ളോഗാണ് കേട്ടോ. മാത്രമല്ല ഈ വ്ളോഗിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുണ്ട്. സ്പെഷ്യലായിട്ടെന്ന് വെച്ചാൽ എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ പറയുന്ന ആൾ കോഴിക്കോടാണ് സെറ്റിൽ ചെയ്തേക്കുന്നത് കല്യാണം കഴിഞ്ഞ്. അപ്പോൾ ആൾ വല്ലപ്പോഴും മാത്രമേ കൊച്ചിയിലേക്ക് വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നൊരു ദിവസം ഞങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പോയത് സ്റ്റുഡിയോയിലേക്കായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളുടെ ഇപ്പോൾ ബില്ലിങ്ങിൽ നിന്നപ്പോഴാണ് ഒരു കണ്ണാടി ഉണ്ടത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഷോയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ബില്ല് പേ ചെയ്തിട്ട് നേരെ പോയത് പനമ്പിള്ളി നഗറിലേക്കായിരുന്നു. അവിടുത്തെ പാർക്കിൽ ജസ്റ്റ് ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ചാണ് ഡാൻസും ഗ്രൂപ്പ് ഡാൻസും എല്ലാത്തിനും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ. അപ്പോൾ പിന്നെ ഒരു ഡാൻസ് എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ആരും അധികം ആളുകളൊന്നും ഉണ്ടല്ലോ, എന്തോ 1-2 ആളുകളൊക്കെ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഉച്ചയായപ്പോഴേക്കും നല്ലപോലെ ആൾ വന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു, പിന്നെ നല്ലപോലെ വിശന്നു, കുറേ നേരം ഡാൻസ് കളിച്ചല്ലേ. വിശന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ പോയത് എറണാകുളം കായീസിലേക്കാണ് കേട്ടോ. നല്ല ബിരിയാണിയാണ് അവിടെ, ഭയങ്കര നല്ല ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടി. അങ്ങനെ ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ അത് നല്ല വയറ് നിറച്ച് കഴിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെന്താ, അപ്പോൾ വയറിലോട്ട് സ്പേസ് ഉണ്ടായിരുന്നില്ല, കാരണം ജ്യൂസും കൂടി കുടിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജ്യൂസ് കുടിക്കണമല്ലോ, അങ്ങനെയാണല്ലോ അത്. അപ്പോൾ അത് തെറ്റിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 ജ്യൂസും കൂടി കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കോൺവെൻറ്റ് റോഡിലുള്ള ഓർണയിലേക്കായിരുന്നു കേട്ടോ. ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടു, അവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ നാക്ക് കുഴയണമല്ലോ, അപ്പോൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊന്നും നോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. പക്ഷേ സംഭവം കറക്റ്റാണ്, അവിടെ പുതിയതായിട്ടുള്ള കുറേ വന്നിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം 160 റുപ്പീസേ ഉള്ളൂ. പക്ഷേ കണ്ടാൽ പറയില്ല, ഇതിലും ഭംഗിയാണ് നേരിട്ട് കാണാനിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി. പിന്നെ കുറേ അധികം ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓണമൊക്കെ അല്ലോ, ഓണം ആവാറായിട്ടുണ്ടല്ലോ. അപ്പോൾ മാത്രമല്ല, ഓണം സെലിബ്രേഷൻസൊക്കെ ഓരോ സ്കൂൾസിലും കോളേജിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് മുതിർന്നവർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ വളരെയധികം ആയിട്ടുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ അധികം ഇയറിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഡ്രസ്സും മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന കുറേ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് അതിലിഷ്ടപ്പെട്ട ഞാനൊരു നെക്ലസും എടുത്തു. പ്രിയങ്ക ഒരു ആംഗ്ലറ്റും അങ്ങനെ എന്തോ ആണ് അവൾ എടുത്തത്. അങ്ങനെ ഞാൻ അതൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി. എന്നിട്ട് എനിക്ക് അതിലിഷ്ടപ്പെട്ട എടുത്തു. പിന്നെ ഞാൻ അവിടെ വേറൊരു ലോങ് ചെയിൻ വിത്ത് പെൻഡൻറ്റും കൂടി, ഒരു ടെമ്പിൾ വർക്ക് പോലത്തെ അതും നോക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും എടുക്കും. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ ബില്ലിങ്ങിന് വേണ്ടി പോയപ്പോഴാണ് പിന്നെയും അവിടെ ഒരു മിറർ കണ്ടത്. അപ്പോൾ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വാങ്ങിച്ചിട്ട് നേരെ പോയത് ബ്രോഡ്വേയിലേക്കായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. പക്ഷേ അധികം വെയിലായതുകൊണ്ട് അധികം അങ്ങനെ നടക്കാനില്ല. കാരണം ഞങ്ങൾ 2 വീലർ പുറത്താണ് വെച്ചത്. കാരണം വെച്ചാൽ ഭയങ്കര എപ്പോഴും വണ്ടികളൊക്കെ അതിലുണ്ടാവും, തിരക്കായിരിക്കും. ഞങ്ങൾ അധികം ഡിലേ ആവാതെ അവൾ എൻ്റെ വീട്ടിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീട്ടിൽ കാണാൻ വരെ ബൈ ബൈ.